വിവാഹം കഴിഞ്ഞ് വർഷങ്ങളേറെയായെങ്കിലും ഷഹന എന്ന സഹോദരിക്ക് ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല. അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരു ഉമ്മയാകാൻ, ഒരു മാതാവാകാൻ. എന്നാൽ ഈ കഴിഞ്ഞ നോമ്പിൻ്റെ 6-ാമത്തെ ദിവസം 33-ാമത്തെ വയസ്സിൽ ആ സഹോദരി ഈ ലോകത്തോട് വിട പറഞ്ഞു. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മദീന പള്ളിയിൽ ഖബറടക്കണമെന്നുള്ളത്. അവിടെയാണ് ആ സഹോദരിയെ ഖബറടക്കിയത്. എന്നാൽ ആ ഖബറടക്ക വേളയിൽ നടന്ന സംഭവങ്ങൾ ലോകമറിയണം. ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ ഷഹനയ്ക്ക് കഴിഞ്ഞില്ല. എന്നാൽ ഷഹനയെ അടക്കിയ ഖബറിൽ പ്രസവിച്ച് വെറും 3 ദിവസം മാത്രം പ്രായമുള്ള സുഡാനി സ്വദേശിയായ കുടുംബത്തിലെ അലി എന്ന ഒരു പൊന്നോമന മകനെയും ചേർത്താണ് ആ ഖബറടക്കിയത്. ഞാൻ പറയുന്നത് എൻ്റെ നാട് കരുനാഗപ്പള്ളി, അതിൻ്റെ അടുത്ത പ്രദേശമായ ക്ലാപ്പനയിൽ മതിലകത്ത് വീട്ടിൽ ഖബീർ എന്ന വ്യക്തിയുടെ മകളായി ജനിച്ച ഷാഹിനയെക്കുറിച്ചാണ്. ഷഹനയും ഭർത്താവ് ഷമീറും സൗദി അറേബ്യയിലാണ്. ഇപ്പോൾ മദീനയിലാണ് ഷമീറിൻ്റെ ജോലി. പരസ്പരം സ്നേഹിച്ച് കരുതലായി തണലായി അവരുടെ ജീവിതം സന്തോഷപൂർവ്വം മുന്നോട്ട് പോയെങ്കിലും ഒരു കുഞ്ഞില്ല എന്ന വേദന അവരിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഷഹനയ്ക്ക്. മദീന പള്ളിയിൽ മിക്കപ്പോഴും അവർ പോകും. അവരുടെ മനസ്സ് നിറയെ ഈ പ്രാർത്ഥന മാത്രമായിരുന്നു. അങ്ങനെ ഷഹന മരിക്കുന്നതിൻ്റെ തലേ ദിവസവും മദീന പള്ളിയിൽ അവർ രണ്ടുപേരും പോയി. അവിടെ ചെന്നപ്പോൾ പതിവില്ലാതെ ഷഹന ഷമീറിനോട് പറയുകയുണ്ടായി, ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ ഇവിടെ തന്നെ ഖബറടക്കണമെന്ന്. അത് കേട്ട ഷമീറിൻ്റെ മറുപടി, ഞാനാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ എന്നെയും ഇവിടെ തന്നെ ഖബറടക്കണം. രണ്ടുപേരും പ്രാർത്ഥന കഴിഞ്ഞ് സന്തോഷപൂർവ്വം റൂമിലേക്ക് മടങ്ങി. എന്നാൽ പിറ്റേ ദിവസം പ്രമേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ സാരമായി ബാധിച്ചിരുന്ന ഷഹന പെട്ടെന്ന് മരണമടയുകയായിരുന്നു. ആ സഹോദരിയുടെ ആഗ്രഹം പോലെ തന്നെ മദീന പള്ളിയിൽ ഖബറടക്കാൻ തീരുമാനിച്ചു. ജന്നത്തുൽ ബഖീ മദീനയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപ്രസിദ്ധമായ ഇസ്ലാമിക ഖബറിടം. 10,000-ഓളം സ്വഹാബികളുടെ ഖബറിടങ്ങൾ ഇവിടെയുണ്ട്. പ്രവാചക തിരുമേനി ജീവിച്ച കാലം മുതൽ തന്നെ സ്വഹാബിമാരെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ആ മണ്ണിൽ അന്തി ഉറങ്ങാൻ ആഗ്രഹിക്കാത്ത, സ്വപ്നം കാണാത്ത വിശ്വാസികളുണ്ടാകില്ല. അതിന് ഭാഗ്യമുണ്ടായ ഒരാളാണ് ഷഹന എന്ന സഹോദരി. നമുക്കറിയാം, വിദേശ രാജ്യത്തൊരു മരണം സംഭവിക്കുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങൾ വളരെ വലുതാണ്. ചിലപ്പോൾ ദിവസങ്ങൾ നീണ്ടുപോകും. എന്നാൽ വളരെ പെട്ടെന്ന് ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു. അതിനു മുന്നിൽ നിന്നത് ഷഹനയുടെ ഉപ്പയുടെ സഹോദരൻ കൂടിയായ സക്കീർ മതിലകത്തും മദീനയിലെ നവോദയ കൂട്ടായ്മയും അതിലെ ഓരോ പ്രവർത്തകരും, പ്രത്യേകിച്ച് നിസാർ കരുനാഗപ്പള്ളിയെ പോലെയുള്ള പ്രവർത്തകരും അതിവേഗം നടപടികൾ പൂർത്തീകരിച്ച് മഗ്രിബ് നമസ്കാരത്തിന് തൊട്ട് മുമ്പ് തന്നെ മദീന പള്ളിയിൽ ഖബറടക്കണമെന്ന ഉദ്ദേശത്തിൽ ഇവർ പുറപ്പെടുന്നു. ഷഹനയുടെ മയ്യത്തുമായി ഖബറടക്കുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഒരു സുഡാനി കുടുംബം ആ ബന്ധുക്കളുടെ അടുത്തേക്ക് എത്തിച്ചേരുകയാണ്. ഒരാളുടെ കയ്യിൽ പൊതിഞ്ഞു വെച്ച ഒരു കുഞ്ഞ് ശരീരവും. പേര് അലി. ജനിച്ചിട്ട് 3 ദിവസം മാത്രം. ആ പിഞ്ചോമനയുടെ ശരീരവുമായി ആ പിതാവ് ഓടിയെടുക്കുന്നത് ഈ സഹോദരിക്കൊപ്പം ആ കുഞ്ഞിനെ കൂടി അടക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. ആ ചോദ്യം കേട്ട ഷഹനയുടെ ബന്ധുക്കൾക്ക് മറുപടി ഒന്നുമില്ലായിരുന്നു. സന്തോഷപൂർവ്വം ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി. അങ്ങനെ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഷഹനയുടെ നെഞ്ചോട് ചേർത്ത് ആ പിഞ്ചോമനയെ കൂടി ഖബറടക്കി. നാം ഓരോരുത്തരും ആലോചിക്കണം, ഭൂമിയുടെ 2 ദിക്കിൽ കടലുകളോളം ദൂരത്ത് 2 രാജ്യങ്ങളിൽ ജനിച്ചവർ, ഒരാൾ മാതാവാകാൻ ആഗ്രഹിച്ച സഹോദരിയും മറ്റൊരു ജീവൻ മാതാവിന്റെ ചൂട് വിട്ടുമാറാതെ നാഥന്റെ വിളിക്കുത്തരം നൽകിയ പൊന്നോമനയും. എന്നാൽ ഖബറിൽ ആ 2 ജീവനുകളുടെയും ആഗ്രഹങ്ങൾ പോലെ മാതാവിന്റെ നെഞ്ചിലെ തണുപ്പേറ്റുറങ്ങാൻ ആ കുഞ്ഞിനും, കൊതി തീരുവോളം പൊന്നോമനയെ നെഞ്ചിലുറക്കാൻ ആ സഹോദരിക്കും വിധി കൂട്ടിയിരിക്കുന്നു. അതും പ്രവാചകൻ അന്തിയുറങ്ങുന്ന പുണ്യഭൂമിക്കരികിൽ, പരിശുദ്ധമായ ഈ റംലാൻ മാസത്തിൽ. ഇതായിരിക്കും സൃഷ്ടാവിൻ്റെ തീരുമാനം. ഒരുപക്ഷെ സുഡാനിലെ ആ പൊന്നോമന മകൻ ജനിച്ചതും മലയാളിയായ ഷഹന എന്ന സഹോദരി മരിച്ചതും സർവശക്തന്റെ നിശ്ചയപ്രകാരം ഒരു സമയത്തായിരിക്കാം. ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ പ്രാർത്ഥനകളോടെ സ്വന്തം ഉദരത്തിൽ ജനിച്ചതല്ലെങ്കിലും ആഗ്രഹിച്ചതുപോലെ അലി എന്ന പൊന്നോമനയുമായി ഷഹന ജന്നത്തുൽ ബഖീയിൽ അന്തിയുറങ്ങുന്നു.